എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നു? കഴിവും വിദ്യാഭ്യാസവും അർപ്പണബോധവും ആത്മാർത്ഥതയുമുള്ള ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഈ നാട്ടിൽ നിൽക്കാതെ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു? അതിൻ്റെ പല കാരണങ്ങളും നമുക്ക് പറയാനുണ്ടാവും. അതിൽ ഒരു കാരണം അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒത്തിരി കഴിവും ബുദ്ധിയും വലിയ ആഗ്രഹങ്ങളൊക്കെയുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായി ഒരു രാജ്യദ്രോഹിയാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത് ഈ സിനിമ കാണിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ മുഴുക്ക പോസിറ്റീവ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. സിനിമ കണ്ടത് ഹിന്ദിയിലാണ്, 3D PVR ലുലുവിൽ വെച്ചിട്ടാണ് ഈ സിനിമ കണ്ടത്. മലയാള സിനിമയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളാണല്ലോ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നന്നായി വരും. ശരിക്കും ഈ സിനിമയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ശല്യവുമില്ലാതെ കാണാൻ പറ്റി എന്നുള്ളതാണ്. തിയേറ്ററിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, എങ്കിൽ പോലും കയ്യടിയുടെ ശല്യങ്ങളില്ല. ഒത്തിരി ആളുകൾ ഉണ്ടായിട്ട് പോലും ചിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ എല്ലാവരും സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ശാന്തരായിരുന്ന് കണ്ട സിനിമയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറയുന്ന സിനിമ. അതായത് ഈ വേനൽക്കാലത്ത് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ നല്ല ചൂടല്ലേ, ഉച്ച സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സിനിമയ്ക്കൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നല്ല AC ഉണ്ടാവും. എനിക്കൊരു ചെറിയ പരിഭവമുള്ള എന്താണെന്ന് വെച്ചാൽ സിനിമ ഒരു 3.5 മണിക്കൂറെങ്കിലും ആക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന കാശിന് കുറച്ച് കൂടുതൽ സമയം AC-ലിരിക്കാനുള്ളൊരു അവസരം കിട്ടും. നമ്മൾ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോയി ഒരുപാട് വെയിലും കൊണ്ട് ഒരു ജ്യൂസ് കടയിൽ കയറി ഇരുന്നാൽ പോലും നമുക്ക് നല്ല ചൂട് അനുഭവിക്കേണ്ടി വരും. പക്ഷേ തിയേറ്ററിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കൂളായിട്ടിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. പിന്നെ 3D കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2D കണ്ടാലും മതിയായിരുന്നു എന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അവർ തന്ന കണ്ണട നല്ല രസമുണ്ടായിരുന്നു. സ്ക്രാച്ചൊന്നും ഇല്ലാത്തൊരു കണ്ണട ഇപ്രാവശ്യം കിട്ടി. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ് അവർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് റോക്കി, ഫ്രെഡി എന്നാണെങ്കിലും അവർ അക്ഷയ് കുമാറും ടൈഗർ ഷെറോഫുമായിട്ട് തന്നെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ്, അദ്ദേഹം വളരെ രസമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടികൾ പൃഥ്വിരാജുമായി ചേർന്ന് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഗോഡ്സില്ല ഓർമ്മ വന്നു എന്ന് വെച്ചാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റേ ചാർജ് ചെയ്യുന്ന ഗോഡ്സില്ലേ, അത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നീല ലൈറ്റ് വെച്ചിട്ട് അവരൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ശരിക്കും രാമായണം സീരിയൽ, രാമായണമല്ലോ മഹാഭാരതം, മറ്റേ അമ്പ് വിട്ടിട്ട് നീല ലൈറ്റ് കത്തുന്ന ഇല്ലേ, ആ പരിപാടി ഒക്കെ കണ്ടതിന് ശേഷം അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആ നീല ലൈറ്റ്, ആ എഫക്റ്റ് ഒരു സിനിമയിൽ ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നത്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അനുഭൂതി തന്നെ ഈ സിനിമ എനിക്ക് തന്നു. പിന്നെ സിനിമയിൽ നമ്മുടെ നായകന്മാരുടെ കോമഡി രംഗങ്ങൾ അത് ശരിക്കും നമുക്ക് കോമഡിയാണെന്ന് മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ? ഇപ്പോൾ ഒരാൾ ഒരു കോമഡി പറഞ്ഞു, അപ്പോൾ മറ്റേ ആൾ അതിന് കൗണ്ടർ ചെയ്യുന്നത് നിൻ്റെ ഹ്യൂമർ സെൻസ് വളരെ മികച്ചതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു കോമഡി പറഞ്ഞു, അയ്യേ നിങ്ങളുടെ ഹ്യൂമറൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് മറ്റേ ആൾ പറയുന്നു. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക ഇവർ പറഞ്ഞ ഡയലോഗ് ഒരു ഹ്യൂമർ വാല്യൂ ഉള്ളതാണെന്ന്. ഞാൻ പറയുകയാണെങ്കിൽ അത് എല്ലാ സിനിമകളും അനുകരിക്കേണ്ട ഒരു മാതൃക തന്നെയാണ്. കാരണം പല സിനിമകളിലും നമുക്ക് ഹ്യൂമർ കണ്ടു കഴിയുമ്പോൾ ഇത് ഹ്യൂമർ ആയിരുന്നോ, ചിരിക്കണോ എന്ന് ചോദിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇവർ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പിന്നെ ബാക്കി വെക്കുന്നില്ലല്ലോ. ഒരു നല്ല രീതിയാണത്. പിന്നെ ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയിലെ വെടിവെപ്പ് രംഗങ്ങളിലൂടെ അവർ നമുക്ക് പകർന്നു തരുന്ന ഒരു വലിയ സന്ദേശമാണ്. അതായത് നമ്മൾ ഒരിക്കലും ഇരയെ അന്വേഷിച്ച് അങ്ങോട്ട് പോകരുത്, ഇരകൾ നമ്മുടെ തോക്കിൻ മുനയിലേക്ക് വന്ന് കയറണം എന്ന് പറയുന്നൊരു കാര്യമാണ്. അത് ഇന്ത്യൻ ആർമി തന്നെ അത് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സിനിമയിലെ 2 നായകന്മാർ അവർ ഓടുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ സിനിമയിലുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് അവരിങ്ങനെ രണ്ടുപേരും മുഖത്തേക്ക് നോക്കും, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇവർ രണ്ടുപേരും സ്ട്രെയിറ്റ് ലൈനിലാണ് ഓടുന്നത്. പുറകിൽ ഒരുപാട് വില്ലന്മാരിപ്പുണ്ട്, ഒന്നും രണ്ടൊന്നുമില്ല, ഒരു 10-60 പേരെങ്കിലും കാണും. അവരുടെയൊക്കെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെടിവെക്കാൻ പറ്റുന്ന തോക്കുകളുമുണ്ട്. ഇവർ പറ വെടിവെക്കുകയാണ്. പക്ഷേ ഒരൊറ്റ ഉണ്ട പോലും നമ്മുടെ നായകന്മാരുടെ ദേഹത്ത് കൊള്ളില്ല. അവരങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് മനം മടുത്ത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ നായകന്മാർ ഓടുന്ന കാര്യത്തിൽ മാത്രമല്ല അവർ വെടിവെക്കുമ്പോഴും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുക. ഗുണ്ടകളൊക്കെ പല സൈഡിലായിരിക്കുമല്ലോ ഉണ്ടാവുക, പക്ഷേ ഇവർ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് സ്ലോ മോഷനിൽ വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന വില്ലന്മാർ ഓടി സെൻറ്ററിൽ വരും. എന്നിട്ട് ഇവരെല്ലാം കറക്റ്റ് ഈ ലൈൻ ഓഫ് ഫയറിൽ വന്ന് വെടികൊണ്ടിട്ട് തെറിച്ച് വീഴും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഈയാമ്പാറ്റകളെ കൊല്ലുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? ചുറ്റി എടുത്തിട്ട് ഓരോന്നിൻ്റെ പുറകെ പോയി തല്ലിക്കൊല്ലില്ലല്ലോ. എവിടെയെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി, എല്ലാം കൂടി പാഞ്ഞ് ഇങ്ങോട്ട് വന്നോളൂ, നമ്മൾ അവിടെ ഇട്ട് അവരെ തീർക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെ ഈ സിനിമയിലെ വില്ലന്മാർ മുഴുവൻ മടുത്തു ഞങ്ങൾക്കിത് എന്ന് പറഞ്ഞ് നമ്മുടെ നായകന്മാരുടെ തോക്കിൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് അവർ വെടി കൊണ്ടിട്ട് തെറിച്ചു വീഴും. ചില സമയത്തൊക്കെ എൻ്റെ
കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ സോങ്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം നിറച്ചിട്ടിട്ടുണ്ട്. ശരിക്കും ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം ഇത്ര സുന്ദര സുരഭിലമായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരു പ്രധാനപ്പെട്ട ദൗത്യം അവരെ തേടി വരുന്നു. ആ ദൗത്യം എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് തോന്നിയ പോലെയൊക്കെ അവർ ചെയ്തു തീർക്കുന്നു. കൊണ്ടുപോകാനുള്ള കുതിരയും വെളിച്ചെണ്ണയും പപ്പടവും ഒക്കെ അവർക്ക് അവിടെ തന്നെ കൊണ്ട് ചെന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാമായിട്ട് അവർ പോയി കാര്യങ്ങളൊക്കെ തീർത്തിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവരൊരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകും. കംപ്ലീറ്റ് വെള്ളോടി, ഡാൻസ്, പാട്ട്, ഇതന്നെ പരിപാടി. ശരിക്കും എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോവും. അങ്ങനെ വാരിക്കോരി ഡാൻസും പാട്ടും ഫൈറ്റും ഒക്കെ ഉണ്ട്. കൊതിപ്പിക്കുകയാണ് നമ്മളെ ശരിക്കും തിയേറ്ററിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. VFXൻ്റെ കാര്യം പറയുമ്പോഴാണ് വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള VFX ആണ്. ഒരുപാട് മാരകമായ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സെറ്റിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു സൈക്കിൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതടക്കം കത്തിച്ചിട്ട് അവരിങ്ങനെ തീയും പുകയും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വന്നതല്ലേ, നിങ്ങൾ 2 വണ്ടിയുടെ ബ്ലാസ്റ്റും കൂടി കണ്ടിട്ട് പോകും എന്ന് പറഞ്ഞു വണ്ടികളിങ്ങനെ പൊട്ടിച്ച് അതൊക്കെ വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു VFX പാഠപുസ്തകമാണ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോഴ്സ് റൈഡിങ് സീനായിരിക്കും, ചിലപ്പോൾ അടികൊണ്ട് തെറിച്ച് പോകുന്ന സീനായിരിക്കും, അത് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിപ്പിച്ചിട്ട് ഈ നായകന്മാരുടെ മുഖം ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീനിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഓട്ടത്തിൻ്റെ പരിപാടിയൊക്കെ, ഇതൊക്കെ ഗ്രീൻ സ്ക്രീൻ ബാക്കിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ബാക്കിൽ പിന്നീട് VFX പരിപാടി ആഡ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഏതൊരു പ്രേക്ഷകനും ഇതെല്ലാം കാണുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ശരിക്കും മനസ്സിലാവും എന്നുള്ളതാണ്. ഇനി അടുത്ത സിനിമ മുതൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ തോന്നിയൊരു ചെറിയ സജഷനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ സിനിമയിൽ പലപ്പോഴും പലതരം ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നായകൻ മുണ്ട് മടക്കി കുത്തുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മടക്കി കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുണ്ടിൻ്റെ പരസ്യം ഉണ്ടാവും. അറിയാതെ വന്നു പോലത്തെ ഒരു പരസ്യം അവിടെ ഉണ്ടാവും. അതവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പരസ്യം പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബ്രാൻഡ് നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിടിലും പരസ്യമാണ്. അതായത് ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ തീവ്രവാദികളുടെ ക്യാമ്പ് കാണിക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ കാണുന്നത് ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതുപോലത്തെ വീടുകളാണ്. സാധാരണ ഒരു ബോംബ് വീഴുകയോ വെടിയുണ്ട പാഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഓട്ട വീഴും, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു വീഴും, അങ്ങനെയൊക്കെ നമ്മൾ കാണുമല്ലോ. പക്ഷേ ഈ സിനിമയിൽ മിസൈൽ കൊണ്ട് ഇട്ടിട്ട് പോലും നായകന്മാർ തല്ലിപ്പൊട്ടിച്ച ഒരു ജനലിനപ്പുറം ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ലാത്ത ഒരു കിടിലം വീടുണ്ട്. ഒരു 19 തീവ്രവാദികൾ തലങ്ങും വിലങ്ങും വെടിവെക്കുകയാണ്. ഒരു പോറൽ പോലും ആ ബിൽഡിങ്ങിന് സംഭവിച്ചിട്ടില്ല. കളിമണ്ണാണോ, മണ്ണാണോ, സിമൻ്റാണോ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ, എന്തുകൊണ്ടാണ് ആ വീട് ഉണ്ടാക്കിയതെങ്കിലും ആ ബ്രാൻഡിൻ്റെ ഒരു പരസ്യം കൂടി വെക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി പൈസ നമുക്ക് ചോദിച്ച് വാങ്ങിക്കായിരുന്നു. ഇനി നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ അതിർത്തി പ്രദേശത്തിന് അകത്ത് വളരെ ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റിയോടുകൂടി ഇന്ത്യ ഒരു കാര്യം കടത്തുകയാണ്. പിന്നീട് വെളിപ്പെടുത്തുന്ന സമയത്ത് ഇതൊക്കെ ലോറിക്കകത്ത് കടത്താൻ മാത്രം ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അല്ലെങ്കിൽ ഇതിലും സെക്യൂറായിട്ട് കടത്താനുള്ള മാർഗ്ഗങ്ങളുണ്ടായിരുന്നല്ലോ, ഇവരെന്തിനാണ് ഈ ലോറി കോമഡിയും പെട്ടി കോമഡിയൊക്കെ കാണിച്ചത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുമെങ്കിൽ പോലും ഇന്ത്യൻ അതിർത്തിയിൽ ഒരു ടാങ്കറും ഒരു ഹെലികോപ്റ്ററൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അത്രയും ദയനീയമായ രീതിയിൽ ഇന്ത്യൻ ആർമിയൊക്കെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് മോശമായി പോയിട്ടോ, അടി കിട്ടും. പിന്നെ ഒരു പോസിറ്റീവും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നിർത്താം. സാധാരണ ചില സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നൂലേ നമ്മുടെ പൈസ അങ്ങ് പോയി, നമ്മളെ ആരോ പറ്റിച്ച് നമ്മുടെ പൈസ എടുത്തുകൊണ്ട് പോയിന്ന്. ഈ സിനിമ കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു തോന്നലൊന്നുമില്ല. കാരണം നമ്മുടെ മാത്രമല്ല പൈസ പോയിട്ടുള്ളത്, ഈ സിനിമ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസറിൻ്റെയും കുറേ പൈസ പോയിട്ടുണ്ടാവും. ഈ അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ല എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസമില്ലേ, അതുപോലത്തെ ഒരു ആശ്വാസം. അപ്പോൾ വിഷുവാണ് വരാൻ പോകുന്നത്. വിഷുവിന് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ പടക്കത്തിൻ്റെ കാശ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ പോയി പൊട്ടിച്ചോളൂ, അല്ല പോയി സിനിമ കണ്ടോളൂ. സിനിമ കണ്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ അഭിപ്രായം. ചിലപ്പോൾ ഈ സിനിമ ഒരു വളരെ ഗംഭീര സിനിമയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നേരെ തിരിച്ചും തോന്നിയിട്ടുണ്ടാവും. അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി സിനിമ കാണാൻ പോകുന്ന ആളുകൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമുക്ക് ആരോഗ്യപരമായ ചില ചർച്ചകളൊക്കെ ആവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.